എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. ഭരതേട്ടന്റെ വളരെ നല്ല കാര്യമാണ് അല്ലേ? അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഞാൻ ചിലയിടത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു കുസൃതി പോലെ, മറ്റാരും പോകാത്തൊരു യാത്ര ഭരതേട്ടൻ്റെ ഒപ്പം ഞാൻ പോയിട്ടുണ്ട്. ലോകത്ത് ആരും പോവാത്തൊരു യാത്ര. അതേത് യാത്രയാണല്ല ഇതുവരെ വെളിപ്പെടുത്താത്ത യാത്ര ജി ലൈവിലൂടെ വെളിപ്പെടുത്തുക? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴല്ല, മരിച്ചിട്ടുമല്ല. ജീവിച്ചിരിക്കുമ്പോഴെല്ലാം മരിച്ചിട്ടില്ലാത്ത യാത്ര എന്താന്നുള്ളതാണ്. അതായത് ഞാൻ കേരളവർമ്മ വായനശാലയില് കമ്മിറ്റി അംഗമായിരുന്ന സമയത്ത് ഈ ഭരതേട്ടന്റെ മരണവാർഷികത്തിനോടനുബന്ധിച്ച് തൃശ്ശൂർ കൊണ്ടുപോകാൻ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കി ഇവിടുന്ന്. ആ പ്രതിമ ഒരു പെട്ടി ഓട്ടോറിക്ഷ പോലുള്ളൊരു സംഭവത്തിൽ കെട്ടി വെച്ചിട്ടാണ് അങ്ങോട്ട് കൊണ്ടുവന്നത്. ആ ഓട്ടോറിക്ഷയില് ആ പ്രതിമ വീഴാതിരിക്കാൻ കയറിയിരുന്നത് ഞാനാണ്. അങ്ങനെ അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ തൃശ്ശൂർ ചേർത്ത് പിടിച്ചിട്ട് ആ പോകുന്ന പോക്കില് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. ഈ പ്രതിമയോട്? ഭരതേട്ടനോട്. എനിക്കത് ഭരതേട്ടനാണ്. അപ്പൊ അദ്ദേഹത്തോട് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ആ കക്ഷി എന്നെ ഒന്ന് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേളി എന്ന് പറയുന്ന ഒരു സിനിമ ചിത്രീകരിക്കുകയാണ് വടക്കാഞ്ചേരിയില്, ആ വീടിന്റെ പരിസരത്ത്. അപ്പോ ജയറാം കാലില്ലാത്തൊരു വ്യക്തിയാണ് അതില്. അപ്പൊ അദ്ദേഹം കാല് മടക്കി വെച്ചുകൊണ്ട് ഒരു തോർത്തുമുണ്ട് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഭരതേട്ടന്റെ വീടിന്റെ പരിസരത്ത് ഒരു കുളത്തിൽ നിന്ന് കയറി വരുന്ന ഒരു രംഗമാണ് ചിത്രീകരിക്കുന്നത്. ആ സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതിന്റെ ഉള്ളിലൂടെ, അതായത് ക്യാമറ വെക്കാൻ സ്റ്റാൻഡിന്റെ അടിയിൽ കൂടെ നോക്കാം അവരെ കാണാൻ, കുളത്തുനിന്ന് കയറി വരുന്നത്. അവിടെ ഒരു എന്താണ് എന്തെന്നാ അതിന് പറയാ, അമ്പലത്തിന്റെ ആ കുളത്തിന്റെ മുൻഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. വീട്ടിൽ അങ്ങോട്ട് കിടക്കുന്ന പടിപ്പുര. ആ പടിപ്പുരയുടെ ഫ്രെയിം മുഴുവൻ ഇവരൊക്കെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് താഴ്ത്തേക്ക് നോക്കി. അപ്പൊ എന്താ, അന്ന് മോണിറ്ററും പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇദ്ദേഹം ഒരു 3-4 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ ഭരതേട്ടൻ കട്ട് പറഞ്ഞു. എന്നിട്ട് ക്യാമറ ആംഗിൾ മാറ്റി വെച്ചു. ഈ സമയത്ത് ജയറാം കാല് നിവർത്തി കുറച്ച് സംസാരിച്ചു നിന്ന് ആക്ഷൻ പറഞ്ഞപ്പോ ഇത് മടക്കി ശരിയാക്കി. അപ്പൊ തോളിലൊരു തോർത്തുമുണ്ടുണ്ട്. ഈ തോർത്തുമുണ്ടിന്റെ തല തെറ്റിപ്പോയി. അതായത് ആദ്യം 2 തലയും ഫ്രണ്ടിലേക്കായിരുന്നു. അദ്ദേഹം വർത്താനൊക്കെ പറഞ്ഞിട്ടത് ഈ 2 തലയും ബാക്കിലും ഇത് മടക്ക് മുന്നിലായിരുന്നു. അവരൊക്കെ വലിയ ആൾക്കാരാണ്. പക്ഷെ എനിക്കിത് കണ്ടപ്പോ അന്നേ കൺഫ്യൂഷൻ വന്നു. എന്റെ മനസ്സിലറിയാതെ ഇങ്ങനെ കയറി വരികയായിരിക്കും, ആംഗിൾ മാറിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ തോർത്തുമുണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആരോടാ പറയാ, എന്താ പറയാന്നറിയാം. ഇതിന്റെ ഇടയിൽ ഇദ്ദേഹം എന്താ പറയാന്ന് ചോദിച്ചോട് ഞാൻ പറഞ്ഞു, എനിക്ക് പേടിയായി. ഞാൻ പറഞ്ഞു, അതായത് അപ്പോഴേക്ക് ഇവര് ഈ വ്യൂ ഫൈൻഡറിലൂടെ എന്തൊക്കെ ശ്രദ്ധിച്ചിട്ട് അവരത് വീണ്ടും ചിത്രീകരിക്കാൻ തുടങ്ങുമ്പോ എന്നോട് പറഞ്ഞു, പോലേട്ടാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ വർക്ക് കഴിഞ്ഞിട്ട് കച്ചിനെ തോളിലും കെട്ടിപ്പിടിച്ച് പേരൊക്കെ ചോദിച്ച് പാടവരമ്പിലൂടെ വീട്ടിലേക്ക് പോകുന്ന യാത്രയിൽ എന്റെ തോളിലും പിടിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അന്ന് കുട്ടിയായിരിക്കുമ്പോ തൊട്ടിട്ട് ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, വെറുതെ ഈ സംഭവം വന്നിട്ടുള്ള കേട്ടോ. അപ്പൊ അന്ന് KPSC എഴുതി വെച്ച് സുകുമാരി ചേച്ചിക്ക് ഒപ്പൊക്കെ ഇട്ട് തന്ന്. അപ്പൊ അന്ന് ഓട്ടോഗ്രാഫൊക്കെ ആണല്ലോ കയ്യിൽ, കടലാസിലൊക്കെ അല്ലേ. പറഞ്ഞു വരുന്നത്, അതൊരു അനുഗ്രഹം മാത്രമല്ല, ഞാൻ 22 കൊല്ലം താമസിച്ചത് മറ്റേ വടക്കാഞ്ചേരി ഇപ്പോ മൈജി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലത്തായിരുന്നു. ഒരു ഓടിട്ട വീട്, ചെറിയൊരു വീട്. അവിടെ വെച്ചിട്ടൊന്നും എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് ഈ അങ്കക്കാട്ടില് താമസം തുടങ്ങിയ ആദ്യത്തെ വർഷമാണ് സമീർ സിനിമ സംഭവിച്ചത്. ഒരുപക്ഷെ അത് ഭരതേട്ടന്റെ ഒരു അനുഗ്രഹമായിരിക്കും. ഈ നാടിന്റെ അനുഗ്രഹമായിരിക്കും. കാരണം മറ്റേത് കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്തെങ്കിലും ഇത് നമ്മൾ പ്രയത്നിച്ചിട്ട് സംഭവിക്കുന്നതല്ലല്ലോ. ഇത് നമുക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും പ്ലാൻ ചെയ്യണം. എവിടെയെങ്കിലൊക്കെ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ട് റഷീദ് പാറക്കലിനെ വിളിച്ചാലോ എന്നൊക്കെ ചോദിക്കാതെ നമുക്ക് ഇടിച്ചു കയറിയിട്ട് എവിടേക്കാ ചെല്ല. അപ്പൊ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അങ്ങനെയാണ് സിനിമകൾ സംഭവിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ കുട്ടിക്കാലത്തെ ഒരു ഇൻസിഡന്റ് പറഞ്ഞല്ലോ, ഭരതേട്ടന്റെ കേളി എന്ന് പറഞ്ഞ സിനിമയില് അപ്പൊ അന്ന് മുതലേ ഈ ഒരു സിനിമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം അന്ന് മുതലേ കുട്ടിക്കാലം മുതലേ ഉള്ളിലുണ്ട് അല്ലെ? അറിയില്ല, അങ്ങനെ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല. അത് ചിലപ്പോ അതിന്റെ ഇപ്പൊ ചിന്തിച്ചപ്പോ എനിക്ക് തോന്നിയത്, ഞാൻ നിഴലില് ഈ ചിത്രങ്ങൾ വെട്ടിയിട്ട് ഈർക്കിളി കൊണ്ട് വെച്ചിട്ട് കഥയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്, കുട്ടികൾ, എന്റെ അനിയനനിയത്തിക്കൊക്കെ. അതായത് വിളക്കിന്റെ വെളിച്ചത്തില് ഒരു കാർഡ്ബോർഡ് കൊണ്ട് ചെറിയ രൂപം ഉണ്ടാക്കിയിട്ട് ഈർക്കിളി വെച്ചുകൊണ്ട് ഇവര് നടന്നു പോകുന്ന പോലെയൊക്കെ വിഷ്വൽ ചെയ്തിട്ട് കഥകൾ ഉണ്ടാക്കി എന്റെ വല്യപ്പ അടക്കം കാഴ്ചക്കാരനായിട്ടിരുന്ന് ഞാൻ കഥകൾ മെനയാറുണ്ടായിരുന്നു. അന്നൊന്നും ഇപ്പൊ ഇതിന്റെ ഭാഗം നമുക്കറിയില്ല. അതിനുശേഷം സ്കൂളിൽ നിന്ന് പൂച്ച പോലീസ് ബൈക്കിലിരിക്കുന്ന
ചിത്രം വരച്ചു കൊടുത്തിട്ട് കണക്ക് ബുക്കിന്റെ പേജിന്റെ നടു പേജ് കൂട്ടുകാരെടുന്ന് മേടിച്ചിട്ട് പൂമ്പാറ്റ ബാലരമ പോലെയുള്ള ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെ പോലെ ആഴ്ചയിലൊരിക്കൽ ഞാൻ കഥകൾ എഴുതിയിട്ട് ഇവർക്ക് വായിക്കാൻ കൊടുക്കാറുണ്ട്. അത് തുടർച്ചയായിട്ട് എഴുതിയ ചില കഥകൾ പിന്നീട് ഞാൻ നോവലാക്കിയിട്ടുണ്ട്. എന്റെ ആദ്യത്തെ കഥ ചന്ദ്രനിലേക്ക് ഒരു എലി പോയതാ, ചിന്നന്തി ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് അന്ന് ഇവർക്ക് വായിക്കാൻ വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളതാണ്. അത് ശരി. അപ്പൊ കുട്ടിക്കാലം മുതൽ ഒരു സിനിമാക്കാരനുണ്ട്, ഒരു കഥാകാരനുണ്ട്, ഒരു പാട്ടുകാരനുണ്ട്, അതൊക്കെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഈ സിനിമയിലേക്ക് വരുമ്പോ, ഇപ്പൊ സിനിമയിൽ ഇപ്പൊ സമീർ ചെയ്തു, മനോരാജൻ ചെയ്തു, കുട്ടന്റെ ഷിനിഗാമി ചെയ്തു, 3 സിനിമകൾ ചെയ്തു, ഒരുപാട് ഷോർട്ട് ഫിലിംസ് ചെയ്തു. അപ്പൊ ഈ സമീർ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ടു. കുട്ടന്റെ ഷിനിഗാമി വളരെ വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ ഹ്യൂമർ സെൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു, വളരെ വ്യത്യസ്തമായ സിനിമയായിരുന്നു. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള റഷീദ് ഖാന്റെ ഉള്ളിൽ ഒരു വലിയ ഹ്യൂമർ സെൻസ് ഉള്ള മനുഷ്യനുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ വെള്ളം കയറിയ സാധനം ഒരു ഷോർട്ട് ഫിലിം ആക്കിയിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാനൊന്നും ഒരാൾക്കും പറ്റില്ല. കാരണം ആളുകളുടെ ഉള്ളിൽ വീട്ടിൽ വെള്ളം കയറുമ്പോൾ അയ്യോ എന്റെ വീട്ടിൽ വെള്ളം കയറി, എന്റെ ഭഗവാൻ എന്റെ വീട് മുങ്ങിപ്പോയി എന്നുള്ള ടെൻഷൻ അതിനെ വളരെ വളരെ സിമ്പിൾ ആയിട്ടൊരു തമാശയായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു അത് ഒന്ന് നമ്മള് എന്റെ ഫാമിലി അടക്കം കുടുംബത്തെ കാണുന്നത്, ജീവിതത്തെ കാണുന്നത് വലിയ ഗൗരവമായിട്ടൊന്നുമല്ല. വാപ്പ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്സാരം. കാരണം വാപ്പയും ഉമ്മയും പ്രേമിച്ച് കല്യാണം കഴിച്ചാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് അതുപോലെ എനിക്ക് ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ സ്ത്രീധനം പരിപാടിയൊന്നും ഇല്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് നീ കെട്ടിക്കടാ, നീയല്ലേ ജീവിക്കണ എന്നൊക്കെ പറയുന്ന ജീവിതത്തെ മൊത്തം ആ രീതിയിൽ കാണുന്ന വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടതൊന്നുമല്ല. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് 2 വൈക്കോലിന്റെ കഷ്ണങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്ന ഒരു കഥ. അതിലൊരു വൈക്കോലിന്റെ കഷ്ണത്തിന്റെ വിചാരം കുറെ പോയ വെള്ളച്ചാട്ടത്തിൽ വീണ് പോവും എന്ന് വിചാരിച്ചിട്ട് ഈ ഒഴുകണ വെള്ളത്തിനെ തടയാൻ ശ്രമിക്കുക. ഭയങ്കര ടെൻഷൻ അടിച്ച് വെള്ളത്തിൽ പോയി. മറ്റേ വൈക്കോലിന്റെ കഷ്ണമാണെങ്കിലോ, ഞാനാണ് ഈ വെള്ളത്തെ ഒഴുക്കണത് എന്നുള്ളൊരു ഭാവത്തിൽ പുറത്തെ കാഴ്ചകളെ കണ്ട് വളരെ ആഹ്ലാദിച്ചിട്ടും വെള്ളത്തിൽ അവിടെ ചെന്ന് ചാടി. എങ്ങനെ പോയാലും അവിടെ എത്തും. അപ്പോ നമ്മൾ ഈ നിമിഷം നന്നായാൽ ഈ ദിവസം നന്നായി എന്ന് പറയും. ഈ ദിവസം നന്നായി, ഈ വർഷം നന്നായി, ഇത്രേ ഉള്ളൂ. അപ്പോ ഉള്ള സമയത്ത് എന്താണ് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ടെൻഷൻ ഉണ്ടായിട്ട് എന്താണ് കാര്യം? നമ്മൾ സാക്ഷിയെ പോലെ കാണുക. ഞാൻ സ്കൂളിലൊക്കെ ക്ലാസ് ഇങ്ങനെ കുട്ടികളുമായിട്ട് സംവദിക്കാൻ മുമ്പ് പറയാറുണ്ട്, എത്ര കുട്ടികളുടെ വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കടിക്കാറുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികൾ കൈപ്പൊക്കും. പെട്ടെന്ന് അവർക്കൊരു ചമ്മലുണ്ടാവും. ഞാൻ പറയും ഒരു കുഴപ്പമില്ല, സത്യം പറഞ്ഞില്ലേ, നിങ്ങൾ നാളെ മുതൽ ഒരു സീരിയലിന്റെ എപ്പിസോഡായിട്ട് കണ്ടു നോക്കും. അച്ഛനമ്മയും വഴക്കൂടുന്നത് മാറി നിന്നിട്ട് കണ്ടു നോക്കുക, ആസ്വദിക്കാൻ പറ്റും എന്ന് പറയും. ടെൻഷൻ അടിക്കാതെ ഇതൊരു സീരിയലാണെന്ന് കാണും. അപ്പോ അവരെത്രമാത്രം വഴക്കടിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് അതിന് ഇത് കിട്ടൂലേ എന്നൊക്കെ വിചാരിച്ച കുട്ടികളൊക്കെ ചിരിക്കും. അങ്ങനെ കണ്ടാൽ മതി ജീവിതത്തിൽ. അല്ല, ഈ എന്ത് പ്രശ്നം ഉണ്ടായി. നമ്മൾ ഞാൻ ചോദിച്ചത് ഈ കുട്ടന്റെ ഷിനിഗാമിയില് എനിക്ക് അതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത്, നമ്മളെ കാലനൊക്കെ കാണുന്നു പോത്തും പുറത്തും മറ്റേ കൊമ്പൊക്കെ വെച്ച് ഗതൊക്കെ പിടിച്ച് ഇത് മറ്റേ കോട്ടും സൂട്ടും ഇട്ട് വരണൊക്കെ. അത് MT വാസുദേവൻ നായരൊക്കെ അവരൊക്കെ ചെയ്തതുപോലെ എന്നല്ല. പക്ഷെ എനിക്ക് കാലൻ എന്ന് പറയുമ്പോൾ നമ്മള് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ തിലകനെയാണ്. എനിക്ക് അതിനെ തിരിച്ചിട്ടാലോ എന്ന് ചോദിച്ചു. ഇന്ദ്രൻ സേട്ടനെ കാലനാക്കിയാലോ എന്നാണ് ആദ്യത്തെ. കോട്ടും സൂട്ടും ഇട്ടിട്ട് ഈ കൊമ്പും ഇതിലൊന്നും വരാത്ത ഒരു പെട്ടിയും കൈപിടിച്ച് വരുന്ന അവരുടെ ഒരു ഐഡന്റിറ്റി നോക്കിയിട്ട് ആധാർ തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് മരിക്കുന്ന ആളെ കണ്ടെത്താൻ പറ്റുന്ന ഒരു കാലനാണെങ്കിലും ന്യൂജൻ കാലൻ. അത് നമ്മുടെ നാട്ടിലെ കാലനല്ല. നമ്മുടെ നാട്ടിലെ കാലൻ ആ നേരത്തെ യുദ്ധത്തിന്റെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് പെട്ടുവരിക. അപ്പൊ ജപ്പാനിലുള്ള ഷിനിഗാമി എന്ന് പേരുള്ള ഒരു കാലൻ അവര് കോവിഡ് സമയത്ത് പരിചയപ്പെട്ടതാ. നമ്മുടെ നാട്ടിലെ കാലനും ആ കാലനും നല്ല ആക്റ്റീവ് ആണെന്ന് മനസ്സിലായപ്പോ ഈ ജപ്പാനിലെ ഈ ഷിനിഗാമി എന്നുള്ള കാലനെ ഒരു ചീള് കേസ് പിടിക്കാൻ വേണ്ടിട്ട് വിട്ടയച്ചതാ. അതാണ് അങ്ങനെ ഒരു തോട്ടം. അതാണ് കേരളത്തിലേക്ക് വന്നത്. അപ്പൊ ഇന്ദ്രൻസും ജാഫർ ഇടിക്കും വേണമെന്ന് നിർബന്ധമായിരുന്നു. ഈ ജാഫർ ഇടിക്കാണ് മരിച്ചു പോകുന്ന കുട്ടൻ, ഈ ഇന്ദ്രൻ സേട്ടനാണ് കാലൻ. ഇവരല്ലാതെ ഞാനിത് ചെയ്യില്ല എന്നും പറഞ്ഞു. ഇവർ രണ്ടുപേർക്കും ആകെ കിട്ടിയത് 14 ദിവസമാണ് അനുവദിച്ചത്. രണ്ടുപേർക്കും ടൈം കിട്ടും, പക്ഷെ 2 സമയത്താണെങ്കിലോ എന്തോ മഹാഭാഗ്യത്തിന് രണ്ടുപേർക്കും 14 ദിവസം ഒഴിവുണ്ട്. ഈ രണ്ടുപേർക്കും ഈ ഒരു ഒറ്റ ചെറിയ ത്രെഡ് പറഞ്ഞിടുമ്പോ ഇവര് ഹാപ്പിയായി, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് സംഭവിച്ചത്. ഈ ഒരുപക്ഷെ ആസ്ട്രേലിയയില് മുഴുവനുള്ള ചിത്രം ചിത്രീകരിച്ച സിനിമയാണ് മനോരാജ്യം, GP-യുടെ. അപ്പോ എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ ആസ്ട്രേലിയയിൽ സിനിമ ചിത്രീകരിച്ചിട്ട് പൂർണ്ണമായിട്ടും ഇറക്കിയ റിലീസായ ഒരു പടം ഇല്ല. ഫസ്റ്റ് ആണ്. അപ്പൊ അതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? ഇതേപോലെ